നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ സ്റ്റെർലിംഗ് കോർബറ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഇന്നലെ എത്തിയതാണ്. നമ്മുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ജീപ്പിലാണ്, ട്രക്കിംഗ് ആണ്. ഇവിടെ ജിം കോർബറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ജിം കോർബറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ജിം കോർബറ്റ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് നാഷണൽ പാർക്കാണ്. അവിടുത്തെ ഒരു ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ, ജിം കോർബറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നെയിമാണ്. ആ വ്യക്തി എന്തുകൊണ്ട്, ആ വ്യക്തിയുടെ പേര് എന്തുകൊണ്ട് ജിം കോർബറ്റ് അല്ലെ ഒരു ഇത്രയും വലിയൊരു പാർക്ക്, നാഷണൽ പാർക്കിന് ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, അവിടേക്ക് വന്നൊരു കടുവ, ഈ ഉത്തരാഖണ്ഡ് ഈ ഒരു ആ ഒരു ദേശത്തേക്ക് വന്നൊരു കടുവ. ആ കടുവയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നേപ്പാളിൽ ഏകദേശം നരഭോജിയായിട്ടുള്ള നമ്മളിപ്പം പലയിടത്തും കേട്ട് നരഭോജിയായിട്ടുള്ള മൃഗങ്ങളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നരഭോജിയായിട്ടുള്ള കടുവയാണ് ഉത്തരാഖണ്ഡിലേക്ക് വന്നത് എവിടുന്നാന്ന് വെച്ചാൽ നേപ്പാളിൽ നിന്നാണ് ആ ഒരു കടുവ വന്നത്. അത് അറൗണ്ട് 400ഓളം ആൾക്കാരെയാണ്, ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചൊരു കടുവയാണ്. കാരണം 400ഓളം ആൾക്കാരെയാണത് ഇരയാക്കി മാറ്റിയത്. നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ ഏകദേശം 200ഓളം ആൾക്കാരെ കൊന്നൊടുക്കിയൊരു കടുവയാണ്. ആ 200 പേരെ കൊന്ന് നേപ്പാളിലുള്ള ആൾക്കാർക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ കൊല്ലാനോ അല്ല അതിനെ പിടിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ നേപ്പാളിലുള്ള ഒരുപാട് ആൾക്കാർ കൂടി അതിനെ ഇന്ത്യയിലേക്ക് ഓടിച്ചു വിട്ടെന്നാണ് ചരിത്രം പറയുന്നത്. അത് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യയിലും ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കി. കാടുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് വീടുകൾ, നമുക്കറിയാം ആ സമയങ്ങളൊക്കെ കാടും മനുഷ്യരും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമയമാണ്. ഓരോ 3 ദിവസത്തിലും ഇടയിലും ഓരോ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഫേമസ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വേട്ടക്കാരനായിരുന്നു ജിം കോർബറ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ അവിടുത്തെ കേരളമായിട്ടുള്ള ആള് എന്താ പറയുന്നത്, ഈ ഒരു കടുവയെ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വന്നിട്ടാണ് ഈ കടുവയെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ ആ 400 പേരെ കൊന്നൊടുക്കി ആ കടുവയെ കൊന്ന വ്യക്തിയാണ് ജിം കോർബറ്റ്. തീർച്ചയായിട്ടും അതിനെ കൊന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഈ സമയം കൊണ്ട് അദ്ദേഹം ആ ഒരു കടുവ കൊന്നു തിന്നേനെ. അത്രയും ആൾക്കാരെ അതിൽ നിന്ന് രക്ഷിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഒരു നാഷണൽ പാർക്കിന് ജിം കോർബറ്റ് എന്ന് പറയുന്ന ആ ഒരു നെയിം ഇട്ടത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ ജിം കോർബറ്റ് വലിയൊരു ഏരിയ ആണ്. ആ ഏരിയയിൽ ഏകദേശം 6 സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട്. ടോട്ടൽ 6 സോണാണ്. അതിൽ 6 സോണിലേക്ക് നമുക്ക് ഒരുമിച്ച് വൺ ടൈം പോകാൻ പറ്റില്ല. കാരണം 6 വൈഡായിട്ട് കിടക്കാണ്. 6 പ്ലേസിലൂടെയാണ് അവിടേക്കുള്ള എൻട്രി ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ പോകാൻ പോകുന്നത് ഒരു പ്ലേസിലേക്കാണ്, ഒരു സോണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാം. ഇവിടെ ജീപ്പ് ട്രക്കിംഗ് ആണ് ഇവിടെ വരുന്നത്. കാരണം ട്രക്കിംഗ് ത്രൂവേ പോകാൻ പറ്റുള്ളൂ. ക്ലോസ് ആയിട്ടായിരിക്കും മൃഗങ്ങളൊക്കെ വരുന്നത്. കാരണം കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്താ പറയുക, സഫാരി ചാനലിനകത്ത് കാണുന്ന പോലെ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. നമുക്കിവിടെ ഒരു 60ഓളം ആൾക്കാർ ഇവിടുന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ BK പട്ടേൽ സാറാണ്, ബീഹാറിലാണ് അദ്ദേഹം വരുന്നത്. 2 വാക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഗാമ ഓർസോടെ മേരി കോമിൻ്റെ കയ്യിൽ നിന്ന് വലിയ അവാർഡ് വാങ്ങിയ ഒരാളാണ്. അതിൽ നമുക്കറിയാം, അവാർഡ് വാങ്ങണമെങ്കിൽ അറൗണ്ട് 1000 പേർ സൂം മീറ്റിംഗ് ഒരു സിംഗിൾ ലീഡർഷിപ്പിൽ റൺ ചെയ്താൽ മാത്രമാണ് അതിൽ ആ ഒരു മൊമെൻറ്റോ വാങ്ങാൻ അവസരം കിട്ടുന്നത്. അങ്ങനെ ആ ഒരു മൊമെൻറ്റോ വാങ്ങിയ ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. 2 വാക്ക് സംസാരിക്കും. Yes. My name is BK Pathak, वीरेंद्र कुमार पाठक. और You can speak in Hindi. यस, हिंदी में बात कर सकता हूँ अच्छे तरीके से. वैसे मुझे ये अनुभव हुआ है, मैं अभी इस टीम के साथ में हूँ, तो मुझे ये अनुभव हुआ अगर मैं 5 दिन इनके साथ में रह जाऊँ तो मैं फ्लुएंटली इंग्लिश आई आल्सो स्पीक. लेकिन अभी मैं आपको हिंदी में बता दूँ, मैं पिछले 13 साल से RCM में हूँ और बहुत मज़ा आता है. अगर यूँ कहें कि RCM को मैं जी रहा हूँ. RCM एक जीवन है. और बिल्कुल अगर आज बात करें तो इंडिया के सभी जितने भी मतलब स्टेशन है, बड़े बड़े स्टेशन है, वहाँ घूमने का मौका मिलता है. और मेरी सर से बात हो रही थी, मेरा यूट्यूब चैनल है BK पाठक RCM यूट्यूब चैनल. उस पर एक वीडियो है मेरी जवानी मेरी कहानी. बहुत गरीबी से निकला हूँ मैं, बहुत गरीब था मैं. और सर ने मेरे से पूछा कि आपका मोटिवेशन कौन है, मोटिवेशन किसने किया. तो मैंने इनसे कहा कि मेरी जो गरीबी है ना वो दैट्स माय मोटिवेशन, माय पुअरनेस दैट्स माय मोटिवेशन. पता नहीं मैं सही बोल पा रहा हूँ या नहीं. तो इसलिए साथियों ये जो बिज़नेस है
ये बिजनेस आप सबके लिए है। फ्री हूँ आज, क्योंकि ऐसा लगता है कि अब अगर कुछ हो इस दुनिया में नहीं भी रहे तो अपने को कोई टेंशन नहीं है, क्योंकि सिक्योरिटी इज इसके अंदर सिक्योरिटी बहुत बड़ी है, बहुत बड़ी सिक्योरिटी, और एक बहुत शानदार परिवार है। और आज हम इनसे मिल रहे हैं, आने वाले समय में ये भी हमारे यहाँ आएंगे, मीटिंग देंगे, और बिल्कुल मतलब पूरा इंडिया, पूरा हिंदुस्तान अपना परिवार है। तो RCM निश्चित रूप से करना चाहिए अगर ज़िंदगी का मज़ा लेना है। देखो, जीवन को जीना है तो आप कुछ भी करो, लेकिन ज़िंदगी का मज़ा लेना है तो आप निश्चित रूप से RCM करें। थैंक यू। സാറ് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കാൻ 100 കാരണങ്ങൾ കണ്ടെത്താം, പക്ഷെ ചെയ്യാൻ ഒരു കാരണമേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, നമുക്ക് ലൈഫിൽ പലരെ സംബന്ധിച്ചും ഒരു കാര്യം ചെയ്യാൻ മോട്ടിവേഷൻ വേണം. ഒരു ജിമ്മിൽ വർക്കൗട്ടിന് പോകണമെങ്കിൽ എനിക്ക് പോകാനൊരു പ്രചോദനം കിട്ടുന്നില്ല. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ, നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല. നമുക്ക് എന്താണ് നമ്മുടെ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ല. പക്ഷേ ഇത് എന്ന് പറയുന്ന പോലെ ലൈഫിൽ വിജയിക്കാൻ ഇത്രയും സിമ്പിളായിട്ട് ഒരു 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബിസിനസ് ചെയ്യാൻ പല സമയത്തും എത്രയോ വലിയ മോട്ടിവേഷൻ്റെ ആവശ്യമായിരിക്കും അല്ലേ. നമ്മൾ മനസ്സിലാക്കുക, എത്രയോ വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ചില ആൾക്കാർ തീരുമാനം എടുക്കുന്നത്. പക്ഷേ തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിനുണ്ടായ ഒരു കാരണം എന്താണ്, അദ്ദേഹം വളരെ ഒരു സാധാരണ ഒരു വീട്ടിൽ നിന്ന്, ഒരു ചെറിയ കുള്ളിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ബിസിനസ് ചെയ്യാനുള്ള ഏക മോട്ടിവേഷൻ എന്താണ്, വേറൊരാളുമല്ല, അദ്ദേഹത്തിൽ ഉണ്ടായ ആ ഒരു പൂർണ്ണസ് തന്നെയാണ്. ലൈഫിൽ വിജയിക്കണം, വലിയ സമ്പന്നമായിട്ട് മാറണം, അതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം സ്വയമേ ഏറ്റെടുത്ത ആ ഒരു മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വന്നിരിക്കുന്ന 60-ലധികം ആൾക്കാർ. ഓരോ ഫാമിലി എടുത്താലും ഇതുപോലുള്ള സ്റ്റോറി നമുക്ക് കേൾക്കാൻ പറ്റും. ഹിന്ദിക്ക് അറിയാവുന്ന ആൾക്കാർ കറക്റ്റ് ഫ്ലുവൻ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പീച്ചുകൾ പല ലാംഗ്വേജിലായിരിക്കും എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ജിയാസി ഇവിടെ വരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്രയും ലാംഗ്വേജ്, ഇപ്പോൾ ഒരു സിംഗിൾ ലാംഗ്വേജ് അല്ല, പല ലാംഗ്വേജിലുള്ള ആൾക്കാർ അവരെങ്ങനെയാണ് വിജയിച്ചത്, പല രീതിയിലുള്ള അറിവുകൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ വാങ്ങിയെടുക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഇനിയും പ്രോഗ്രാം 2-3 ദിവസം കൂടെ റൺ ചെയ്യുകയാണ്. ഒരുപാട് നോളജുകൾ, ഒരുപാട് മോട്ടിവേഷൻ പല ഗ്രൂപ്പിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ജിയാർസിയം ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഗംഭീര പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഭയങ്കര വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സുരേന്ദ് വളരെ ക്ലോസ് ആയിട്ട് 10-60 ആൾക്കാരാണ് ഇവിടുത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ട് സുരേന്ദ്രവാട് സാറ്, മിലിൻഡേ സാറ്, അതുപോലെ തന്നെ അരവിന്ദ് സാക്കി സാറ്, എല്ലാവരും പങ്കെടുത്ത പ്രോഗ്രാം വളരെ ക്ലോസ് ആയിട്ട് അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ പറ്റി. അവരോടൊക്കെ ഡാൻസൊക്കെ ചെയ്യാൻ പറ്റി. നല്ല ഫുഡായിരുന്നു ഇന്നത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ. ഭയങ്കര എന്താ പറയുക, ഒരു സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ സൂപ്പ് കഴിഞ്ഞ സ്റ്റാർട്ടർ ഡിഷാണ് നമുക്ക് അടുത്ത് വരുന്നത്. സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു 4ഓളം ഫുഡ് ഐറ്റംസ്, വെറൈറ്റി ഓഫ് ഡിഷസ് ആണ്. അത് കഴിച്ച് ഞങ്ങൾ തുടങ്ങി. അവിടെ തുടങ്ങിയിട്ട് ഗംഭീര ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. നമ്മുടെ സുരേന്ദ്രവാട് സാറ് നമ്മുടെ ഒപ്പം ഉണ്ട്. 2 വാക്ക് സാർ. Yes, leaders, we are here in Gym Corbett, Uttarakhand, with Akshay, the upcoming diamond of RCM. So we are enjoying here. So we achieved target. That's why we are here. So you can also focus on your targets, and I wish next time when we will meet in the Achievers Meet, you will be there. Okay. Best of luck. Thank you, sir. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഗംഭീര പ്രോഗ്രാമായിരുന്നു. ഇതാണ് സുരേന്ദ്രൻ, നമ്മുടെ ഡയമണ്ടാണ്. മന്ത്ലി 50 lakh ടച്ചിങ് ഇൻകം വാങ്ങുന്ന ഒരാളാണ്. നമ്മുടെ ക്ലോസ് ആയിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ അവസരം കിട്ടിയത്. നമ്മുടെ ടീം എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ഒരു മോർണിംഗ് ഇന്നലെ നൈറ്റത്തെ ഗംഭീര ഒരു ഫുഡ് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഞങ്ങൾ 4-4:30 ആയപ്പോൾ എഴുന്നേറ്റു. 5 മണിക്കാണ്. ഇപ്പോൾ 5 മണി അടുത്ത സമയമായിട്ടുണ്ട്. നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ് ജിം കോർബറ്റ് കാടുകളിലേക്ക്. അപ്പോൾ അതിന് മുന്നേ രാവിലത്തെ നമ്മുടെ ഐ തിങ്ക് പി എം രാവിലെ നമ്മൾ PVM ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇപ്പം വരുന്ന ഏകദേശം 60ഓളം ആൾക്കാരുണ്ട്. എല്ലാവരും PVM കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ജിം കോർബറ്റിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് പോകെ ആ വീഡിയോ കാണാം. ഓക്കെ, ജിയാർസിയം ഞങ്ങളിവിടെ ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ എൻട്രി ഗേറ്റ്. നമ്മുടെ കേരള ടീമാണ് ഒരു വണ്ടിയിൽ. ബാക്കി എല്ലാ ടീമുകളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഒരു 12ഓളം ജീപ്പുകളിലാണ് പോകുന്നത്. 5 ആൾക്കാരാണ് ഒരു ജീപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം.
പുലിയൊക്കെ കണ്ടിട്ട് പറയാം. ഓക്കെ, GRCM. പുലിയെടുത്ത് പറയാം നമ്മുടെ കാര്യം. നമ്മുടെ ക്രൂവിലുള്ള ബാക്കി ആൾക്കാരാണ് രണ്ടുപേരും, ഒരാൾ UP, ഒരാൾ ബീഹാർ. രണ്ടുപേരും നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളൊപ്പം സെയിം ജീപ്പിലാണ്. ഓക്കെ, GRCM. എടുക്കോ, വണ്ടി എടുത്തില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രി ഗേറ്റ് വരുന്നത്. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോറസ്റ്റിലേക്ക് പോകാനുള്ള 6 സോൺ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ടോട്ടൽ 6 സോണിൽ ഒരു സോണാണിത്. ഒരു സോണിലേക്കുള്ള എൻട്രി ഗേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടലി ഞാൻ പോകുന്ന ഒരു ട്രക്കിങ്ങിൽ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ജീപ്പുകളാണ് വൺ ടൈം പോകുന്നത്. ഇവിടെ ഇതിലേക്ക് പോകണമെങ്കിലുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ID വേണം, ID കാർഡ് വേണം. ഇപ്പോൾ ഞാനൊരു ട്രിപ്പായിട്ട് വന്നേക്കാം, അച്ചീവ്മെൻറ്റ് ബേസിസ് വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കമ്പനിയുടെ വക ഫ്രീ ആണ്. ഫ്രീ എൻട്രി കംപ്ലീറ്റ് കാര്യങ്ങൾ ഫ്രീ ആണ്. സിംഗിൾ എൻട്രി നമ്മൾ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 12,000-നൊക്കെ അടുത്ത് വരും ഒരു സിംഗിൾ എൻട്രി ഇതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ. നമ്മുടെ ID കാർഡ് കാര്യങ്ങൾ കാണിക്കണം. ഒരു വണ്ടി ഇതിലേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്ക് ആ വണ്ടിയിൽ ആരൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആൾക്കാരുടെ ID ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കയറാൻ. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കയറി പോകാൻ പറ്റില്ല. കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. ഈ പറഞ്ഞവരുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും. പിന്നെ നമ്മളിപ്പോൾ നേരിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാലൊന്നും ഇതൊന്നും കിട്ടത്തില്ല. ഒന്നും കിട്ടത്തില്ല എന്ന് വെച്ചാൽ നേരത്തെ ഒരു 1 വീക്ക് 2 വീക്ക് ബാക്കെങ്കിലും ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഡയറക്റ്റ് നമ്മളൊരു തലേദിവസം വന്ന് രാവിലെ വന്നാൽ ട്രക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ഇവരുടെ സൈറ്റുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ പോകുന്ന കാര്യങ്ങൾ, എത്ര ആൾക്കാരുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കണം. ഓക്കെ, ഇതിവിടുത്തെ മെയിനായിട്ടുള്ള ഈ കോർബറ്റ്, ഈ ജിം കോർബറ്റ് ടോട്ടൽ സറൗണ്ടിങ് ഏരിയയിലുള്ള ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഞാൻ പറയല്ലോ കുറേ 6 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സോൺ, ഓരോ മാർക്കിങ്, ഓരോ സ്ഥലങ്ങൾ എങ്ങനെയാണ് നമുക്കറിയാലോ. മാപ്പിൽ നമ്മൾ കാണുന്ന പോലെ ഡയറക്ഷൻ കൊടുത്തേക്കാണ്. നദിയുടെ എന്താണ്, അതുപോലെ തന്നെ കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയാസ്, ഗേറ്റുകൾ, ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ്, കംപ്ലീറ്റ് കാര്യങ്ങളും ആണ് ഈ പ്ലാൻ്റെ അകത്ത് ഇൻവോൾവ്. എവിടെയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലേ ഗൈഡ് നമുക്ക് ഉണ്ടാവുമെങ്കിൽ പോലും ചിലപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ കായലിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും പേടിക്കേണ്ട. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഗൈഡായിട്ട് നമുക്ക് ഇതിനോട് വരുന്നത്. എങ്കിൽ പോലും നമുക്കിത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ റെസ്റ്റ് ഹൗസുകളുണ്ട് കാടിൻ്റെ അകത്ത്, ഫോറസ്റ്റ് ഏരിയയിൽ. ഇതിനകത്ത് സ്ഥിതിയിൽ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന് സ്റ്റേ അവൈലബിൾ ആണ്. അത് നമ്മളൊരു എനിക്ക് അറിയാൻ പറ്റിയുള്ള 2 മാസം മുന്നേ ബുക്ക് ചെയ്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ലിമിറ്റഡ് റൂംസൊക്കെ അവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രിപ്പ് സമയത്തിനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് അവിടേക്ക് പോയി ഹെൽപ്പ് തേടാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എവിടേക്കാണ് അതുള്ളത് ഒരു ഐഡിയ നമുക്കത് ഇത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ് കാടിനുള്ളിലൂടെയാണ് നമ്മുടെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇപ്പോൾ അറൗണ്ട് ഞങ്ങൾ അപ്രോക്സിമേറ്റ് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. വന്ന വഴികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ എന്താണ് പറയുന്നത്, ചെറിയ റോഡുകളായിരുന്നു. ഭയങ്കര കട്ടറൊക്കെ ആയത് കാരണം ക്യാമറ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്യാമറ എടുക്കാമായിരുന്നു.
കിടക്കുന്ന റോക്കുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന് വലിയ വലിയ റോക്കുകൾ, ഈ പറയുന്ന പ്രളയം അങ്ങനെ പല ഇതൊക്കെ വരുന്ന സമയത്ത്, ഉരുൾപൊട്ടലൊക്കെ വരുന്ന സമയത്ത് പല വലിയ മലയുടെ മുകളിൽ നിന്നൊക്കെ ഉരുണ്ടുരുണ്ട് വന്നിട്ട് ഞങ്ങൾ തുടങ്ങിയതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നോക്കിയാൽ ചെറിയ കറക്റ്റ് സർക്കിൾ പോലെ ആയി കിടക്കുകയാണ്. കാരണം ഇത് എന്താ പറയുന്നത്, ദൂരത്തിൽ നിന്ന് ഒഴുകി അത് സൈഡുകളൊക്കെ പൊട്ടി ഷേപ്പായി എന്താ പറയുക, നമ്മൾ ഉരുണ്ട് വരുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഭയങ്കര വലിയ റോക്കുകളൊക്കെയാണ്. ആ റോക്കുകളാണ് താഴെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു വട്ടം അല്ലെങ്കിൽ പല നമ്മുടെ മനോഹരമായിട്ടുള്ള ഷേപ്പുകളായിട്ട് മാറുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ പലയിടത്തും പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. അതെ അതെ, പോകുന്ന വഴികളിൽ സൈഡുകളിൽ നമ്മൾ നോക്കിയത് ഇപ്പോൾ വരുന്നുണ്ടോ ഞാൻ കാണിക്കാം. പുറ്റ് ധാരാളം സൈഡുകളിലായിട്ട് പുറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയ പുറ്റാണ്, വലിയ വലിയ പുറ്റുകൾ കഴിഞ്ഞു. അതെ അതെ, ചെറിയ പുറ്റുകളുണ്ട്, വലിയ വലിയ പുറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വരുന്ന ഒരു പുറ്റാണ്. ഇത് ആനപ്പിണ്ടോ കളിച്ചു പോയി. ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഒരു വിഷയമാണ്, ഈ ഒറ്റ ആക്സസ് ആയതുകൊണ്ട് സാധനം തട്ടി. എന്ത് ചെയ്ത് പോയോ? മാനാണോ പട്ടിയാണോ? മാന ചെറിയ മാന. കിട്ടി വലിയ കിട്ടത്തില്ല. സോഞ്ചിതാലോ കാറ്റ് പോയി. കിട്ടി മോനെ ഇച്ചിരി ഇങ്ങോട്ട് നീ വാടാ, നീ ഇങ്ങനത്തെ ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനത്തെ ദൂരം നിന്നെ കാണാൻ വന്നല്ലേ. ആ കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നു. കങ്കാരുനെ നല്ലൊരു ഉയരത്തിലാണ് ഇപ്പോൾ. അപ്രോക്സിമേറ്റ് നമ്മൾ ഒരുപാട് ഉയരത്തിൽ വന്നു. അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഒരു പ്ലെയിൻ ഏരിയാസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ് നല്ലൊരു ഉയരത്തിൽ വന്നിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ നല്ല കുത്തനെ ഇറക്കമാണ്. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ, നല്ലൊരു കോൾഡ് ക്ലൈമറ്റാണ്. പിന്നെ കാടിനുള്ളിലൊക്കെ ആണെങ്കിൽ ഓരോ സ്പോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഓരോരോ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെറിയ സ്പോട്ടുകളിലൊക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്ലാഷ് അടിക്കുന്നുണ്ട്. വെച്ചാൽ നമ്മൾ ഇത്ര ആൾക്കാർ എൻ്റർ ആയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ്. പല ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും പല സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ചുണ്ടൊക്കെ വേണ്ട മഞ്ഞായിട്ടുണ്ടാണ്ട് പൊട്ടി വല്ലാതിരിക്കുകയാണ്. ഇതിവിടുത്തെ ഒരു സ്പോട്ടാണ്. ഇതിന് മുകളിൽ കയറിയിട്ട് നമുക്കൊരു വ്യൂ ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവരും മണ്ടയ്ക്കോട് കയറുന്നുണ്ട്. അപ്പോൾ മാത്രം താഴെ നിന്ന് കണ്ടിട്ട് പോയത് ഇത്രയും ദൂരം കേരളത്തിൽ നിന്ന് ഉത്തരാഖണ്ഡ് വരെ വന്നിട്ട് താഴെ നിന്ന് മാത്രം കണ്ടിട്ട് പോയെന്ന് പറയണ്ടല്ലോ. ഓക്കെ, കണ്ട ആൾക്കാരൊക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിനെ മുകളിൽ നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. താഴോട്ട് നമുക്ക് ആ റോക്കുകളൊക്കെ വന്ന് അടിഞ്ഞു കൂടിയേക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ക്യാമറയിൽ ഇത് എത്രമാത്രം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും നോക്കാം. പടികളൊക്കെ ഇളകി കിടക്കുകയാണ്. വരുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ടൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ വരിക. ഓക്കെ, നമുക്ക് ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. ടോപ്പ് വ്യൂവിൽ നമുക്ക് എടുക്കാൻ പറ്റും. ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. ടോപ്പ് വ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റിവർ മുകളിൽ കറക്റ്റ് കോടം മഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ പറയുന്നത്, ഒരുപാട് സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റോക്കുകളൊക്കെ ഒഴുകി വന്ന് നല്ല മനോഹരമായിട്ടുള്ള ഷേപ്പായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കിടപ്പുണ്ട് ഒരുപാട് റോക്ക്. ഇവിടുത്തെ വന്ന വഴിക്ക് ഇഷ്ടംമാതിരി ഞാൻ കണ്ടു. നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. ഓക്കെ, നമുക്ക് മുകളിൽ ചെന്നിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ആൾക്കാർ നമ്മുടെ ഒപ്പം പ്രോഗ്രാമിൽ അച്ചീവ് ചെയ്തെത്തിയ ആൾക്കാരാണ് അവരെല്ലാം തന്നെ. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് പീക്കാണ്. ഓക്കെ, നമുക്ക്
നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാം. 4 ആൾക്കാരാണ് എൻ്റെ ഒപ്പം കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത്ര ക്ലിയർ അല്ല എങ്കിലും നോക്കി കാണാം. ഈ കിടക്കുന്ന എല്ലാം കല്ലുകളാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് എന്താ പറയുന്നത്, അത് കറക്റ്റ് ഒരു ഷേപ്പായി നിൽക്കുകയാണ് കല്ലുകളൊക്കെ തന്നെ. ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് അത്രയും കൊണ്ട് സെറ്റായിട്ട് കാണാൻ പറ്റാത്തത്. നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. കല്ലുകൾ എല്ലായിടത്തും ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഈ സ്ഥലം കൊള്ളാം. ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് റിട്ടേൺ താഴോട്ട് പോവുകയാണ്. ക്ലൈമറ്റൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഒരു ചെറിയ തണുത്ത കാറ്റോട് കൂടിയുള്ളൊരു ക്ലൈമറ്റാണ്. മൊത്തം ഹിന്ദിക്കാരാണ് ഇവരെന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. വേണം വണ്ടിയിലാണ് വന്നത്. രാവിലെ ലൈറ്റ് വളരെ കുറവാണ്, ലോ ലൈറ്റ് ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത്ര ആൾക്കാരാണ് ഞങ്ങളുടെ ഒരു ടീം ട്രിപ്പ് അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ളത്. അറൗണ്ട് അപ്രോക്സിമേറ്റ് ഒരു 60 സംതിങ് ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ പല കോണിൽ നിന്നുള്ള ആൾക്കാരാണ്. കേരളത്തിൽ നിന്ന് എൻ്റെ ഒരു ടീം, ആലപ്പുഴയിൽ നിന്ന് വന്ന 4 അംഗം ഒരു ടീം മാത്രമാണ് കേരളമല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയൊരു വെൽക്കം എന്നൊക്കെ പറഞ്ഞാൽ അപാര വെൽക്കമാണ്. കാരണം മലയാളികളെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏത് കോണിൽ ചെന്നാലും എന്താ പറയുന്നത്, എല്ലാവരും അത്ഭുതത്തോട് നോക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാർ തന്നെയാണ്. അല്ല, കാരണം എന്താ പറയുക, നമ്മുടെ ലിറ്ററസി, നമ്മളുണ്ടാക്കിയ കുറേ അച്ചീവ്മെൻറ്റുകൾ ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ. ഇവരിപ്പോൾ ഹിന്ദി ഒരു കോമൺ ലാംഗ്വേജ് ഒഴികെ ബാക്കിയൊന്നും ഇവർക്ക് വലിയ പഠിത്തമില്ല. ഇംഗ്ലീഷൊക്കെ പലർക്കും വളരെ തൊടയാണ്, കുറച്ച് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പിന്നെ അവിടെ ചെന്നാലും എല്ലാം പഠിച്ചെടുക്കുമല്ലോ. അതാണല്ലോ നമ്മൾ മലയാളിയുടെ ഒരു പ്രത്യേകത. ഇവിടെ ഓക്കെ, നമ്മൾ വന്നിട്ടുള്ള ജീപ്പാണ് ഈ കിടക്കുന്നത്. ഇത് അലൗഡ് ആയിട്ടുള്ള ജീപ്പുകൾ മാത്രമേ നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന്, നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇടുക്കി, ചില സ്ഥലങ്ങളിൽ ട്രക്കിന് പോകുമ്പോൾ നമുക്ക് ഔട്ട് സൈഡ് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ജീപ്പ് സവാരി ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇവർ അലൗഡ് ചെയ്തിട്ടുള്ള ജീപ്പുകൾ മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിറ്റ് ഉള്ളത്. അപ്പോൾ അവരുടെ വണ്ടികളാണ് ഇവിടെ ഉള്ളതെല്ലാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വണ്ടിയിൽ നമ്മൾ എന്താ പറയുന്നത്, അവരുടെ ഒരു ബാഡ്ജ്, ഒരു ലോഗോ പതിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ അവരുടെ ആ ഒരു നമ്പർ, കോർബറ്റ് ടൈഗർ റിസർവ്, അതിൻ്റെ ഒരു ലോഗോ പതിപ്പിച്ചിട്ടുണ്ട്. വണ്ടികളെല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെർമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ചെയ്യുള്ളൂ. നോക്കിയാൽ അറിയാം, എല്ലാം ഒരേപോലത്തെ വണ്ടികളാണല്ലോ. ഓക്കെ, ഇപ്പോൾ അറൗണ്ട് കുറേ വണ്ടികളിപ്പം വന്ന് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ഒരു സ്റ്റിക്കറിങ് എന്ന് പറയുന്നത്. സൈഡിൽ കിടക്കുന്നതൊക്കെ വന്ന് അടിഞ്ഞു കൂടിയ റോക്കുകൾ ആണ്. ചെറിയ ചെറിയ റോക്കുകൾ കണ്ടോ. ഈ പറയുന്ന പോലെ ഉരുൾപൊട്ടൽ, അങ്ങനെ പല സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അടിഞ്ഞ് സെറ്റിൽ ഡൗൺ ചെയ്തതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയയിലെല്ലാം നോക്കി നമുക്ക് ഇങ്ങനത്തെ ചെറിയ റോക്കുകൾ വന്ന് അടിഞ്ഞായിട്ട് കാണാൻ പറ്റും.
സർക്കിൾ ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. എൻട്രി ഗേറ്റ് മുതൽ കുറച്ച് സ്ഥലം ഇങ്ങനെയാണ്. നമ്മൾ എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നത് മൃഗങ്ങൾക്കൊക്കെ വേനൽ വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അതിന് വെള്ളം കുടിക്കാനൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന് കുടിക്കാൻ വേണ്ടിയാണ് ചെറിയ പോണ്ടുകൾ പോലെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഏരിയകളിലുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ വേനൽ ഒരുപാട് ഈ സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ റിവറിലൊക്കെ വെള്ളമുണ്ട്. ആ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അവിടെ പോയി കുടിക്കും, അതിനറിയാം. പക്ഷെ അത് ഈ ചൂട് സമയങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടാവത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ സ്പോട്ടുകൾ ഇത് കാടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കൂടുതൽ കാണാൻ പറ്റും, അടുത്ത് കാണാൻ പറ്റും. കാരണം ഈ സ്പോട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് ഇവർ എന്താ പറയുക ട്രാവൽ ചെയ്യുന്ന ഇടങ്ങൾക്ക് അടുത്താണ് ഇതുപോലുള്ള പോണ്ടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് മൃഗങ്ങളെ കാണാനുള്ള അവസരമുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിവിടുന്ന് എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ റിട്ടേൺ എത്തിയേക്കാണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു
फोटो भेज देना, फोटो फर्स्ट प्रायोरिटी, फिर उसके बाद वीडियो। कभी भी 2-3 दिन 4 दिन मतलब 4 दिन 5 दिन जब आप भेज देना, फोटो फर्स्ट अभी भेज देना, ठीक है जाके। ഇതാണ് നമ്മുടെ ജിം കോർബറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്ത സ്റ്റെർലിംഗ് കോർബറ്റ് നാഷണൽ പാർക്കിനടുത്തുള്ള സ്റ്റെർലിംഗ് കോർബറ്റ് പാർക്ക് റിസോർട്ട്. അച്ഛന് ഇടുക്കിയിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലായിട്ട് അദ്ദേഹം എന്താ പറയുക ആലപ്പുഴയിലേക്ക് വന്നതാണ്. അങ്ങനെ ഇവിടെ സെറ്റിലായതാണ്. കൂടുതൽ ഫാമിലീസുള്ള ഇടുക്കിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏലകൃഷി അങ്ങനെ പല കൃഷികളൊക്കെ ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഒരുപാട് കാടിന് സറൗണ്ടിങ്ങിലൊക്കെ തൊട്ട് ക്ലോസ് ആയിട്ടൊക്കെ ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ട്രക്കിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കല്ലുകൾ മെയിനായിട്ട് ഞാൻ കണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പുറ്റുകൾ പോകുന്ന വഴിക്കൊക്കെ ധാരാളം നമുക്ക് പുറ്റുകൾ കാണാൻ പറ്റും. റോഡ് സൈഡ് നമ്മളീ പോകുന്ന ജിപ്സി പോകുന്ന സൈഡുകളിലൊക്കെ പുറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തും ഞാൻ ബേസിക്കലി പറഞ്ഞ ബേസിക് ജോഗ്രഫി ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ഇറങ്ങിയത്. അപ്പോൾ അതിലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം ഒരുപാട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് വന്ന് അടിഞ്ഞു കൂടിയ കല്ലുകൾ, വലിയ പാറക്കെട്ടുകളൊക്കെ ഒരു സൈഡ് എത്തിയപ്പോഴത്തേക്ക് വളരെ ചെറിയ കല്ലുകൾ, വളരെ ഷേപ്പൊക്കെ എത്തിയ വളരെ മനോഹരമായിട്ടുള്ളൊരു കല്ലുകളൊക്കെ ആയിട്ട് മാറിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ നല്ല കാണാൻ ഭംഗിയാർന്ന ഒരുപാട് കല്ലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഇവിടെ വന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം അത് തന്നെയാണ്. പിന്നെ എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ്, നല്ലൊരു വൈബ് തരുന്നൊരു ക്ലൈമറ്റ് ഫീൽ ഇവിടെ എന്തായാലും സ്ഥലം തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വ്ളോഗ്.